മലയാളികൾക്ക് സുപരിചിതയായ നടിയും നർത്തകിയുമാണ് മാളവിക കൃഷ്ണദാസ്. റിയാലിറ്റി ഷോകൾ സജീവമായ കാലം മുതൽ മിനി സ്ക്രീൻ പ്രേക്ഷകർ കാണുന്ന മുഖമാണ് മാളവികയുടേത്. വലിയ ജനപ്രീതി നേടിയെടുത്ത സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മാളവിക ആദ്യമായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ മാളവിക ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ആരാധകരുമായി സംവദിക്കാനും സമയം കണ്ടെത്താറുണ്ട്. ഇപ്പോഴിതാ ഏറെ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പോകുന്നുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് മാളവിക നൽകിയിരിക്കുന്ന മറുപടി സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ ശ്രദ്ധ നേടുകയാണ്. മലയാളത്തിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ 6ാം സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അതിനിടെയാണ് മാളവികയോട് ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായി ചില ആരാധകർ എത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ചോദ്യോത്തര വേളയിലായിരുന്നു ഒരു ആരാധകൻ ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചത്. ഇതിന് ഒരു വീഡിയോയിലൂടെ തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത് മാളവിക. ഒരിക്കലും ഇല്ല എന്നായിരുന്നു നടി മാളവികയുടെ ആദ്യ പ്രതികരണം. തനിക്ക് പറ്റിയതല്ല ഇതെന്നും മാളവിക പറയുന്നുണ്ട്. കഴിഞ്ഞതിന് മുൻപത്തെ സീസണിൽ തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നും താരം വ്യക്തമാക്കുകയാണ്. വേറെ ആരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണോ അതോ ഏഷ്യാനെറ്റ് തന്നെയാണോ വിളിച്ചത് എന്ന് വ്യക്തമല്ല എന്നും മാളവിക കൃഷ്ണദാസ് ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല അതെന്നും മാളവിക പറയുകയാണ്. തർക്കിച്ചു നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഞാൻ സെൻസിറ്റീവായ ഒരാളാണ്. ചിലപ്പോൾ ഫിസിക്കൽ ടാസ്കൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷേ ഉന്തും തള്ളുമൊക്കെ ഉള്ള ഒരു ടാസ്കും തനിക്ക് പറ്റില്ല. മേലുവേദനിപ്പിക്കുന്ന പരിപാടിയൊക്കെ പേടിയാണ്. സെൽഫ് ലവ് ഉണ്ട്. അവിടെ പോകുന്നത് ബോൾഡായ ആൾക്കാരാകണം. അതുകൊണ്ട് തന്നെ ഞാൻ പോകില്ല എന്നാണ് മാളവിക കൃഷ്ണദാസ് ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്. ഏതായാലും മാളവികയുടെ ഈ ഒരു വീഡിയോ ആരാധകരുടെ ശ്രദ്ധ നേടിയെടുക്കുകയാണ്. വിവിധ ജനപ്രിയ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള മാളവികയെ ബിഗ് ബോസിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആരാധകരുമുണ്ട്. നിലവിൽ ബിഗ് ബോസിന്റെ പുതിയ സീസണിലുള്ള ഒരുക്കങ്ങൾ ചാനൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരും ആരംഭിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2 വർഷവും മുംബൈയിലെ ഫിലിം സിറ്റിയിൽ വെച്ചായിരുന്നു ബിഗ് ബോസ് ഷോ നടന്നത്. എന്നാൽ ഇത്തവണ ചെന്നൈയിലായിരിക്കും ഷോ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ മത്സരാർത്ഥികൾക്കായുള്ള ഓഡിഷനും ആരംഭിച്ചതായും അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ വിവിധ റിയാലിറ്റി ഷോകളിൽ തിളങ്ങിയ മാളവിക അവതാരകയായും നടിയായും എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത നായികൻ എന്ന ഷോയിലൂടെയാണ് മാളവിക കൂടുതലും പേർക്ക് പ്രിയങ്കരിയായി മാറുന്നത്, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ. നായകന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് മാളവിക. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഡാൻസിംഗ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലും അടുത്തിടെ മാളവിക മത്സരിച്ചിരുന്നു. സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്ത ഇന്ദുലേഖ എന്ന സീരിയലിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതും മാളവികയായിരുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം മാളവിക മിക്കപ്പോഴും പങ്കുവെക്കാറുമുണ്ട്. തന്റെ വിവാഹത്തെക്കുറിച്ചടക്കം മാളവിക ആരാധകരെ അറിയിച്ചത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ള വീഡിയോകളിലൂടെയാണ്. നായകനിൽ സഹമത്സരാർത്ഥിയായിരുന്ന തേജസ് ജ്യോതിയാണ് മാളവിക വിവാഹം ചെയ്തത്. പ്രണയ വിവാഹമല്ല, മറിച്ച് പരസ്പരം അറിയാവുന്നതുകൊണ്ട് ഒന്നിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് മാളവികയും തേജസും വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ തട്ടിൻ പുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിക്കുകയും ചെയ്തു. വിവാഹത്തിന് ശേഷവും യൂട്യൂബ് ചാനലുമൊക്കെയായി മാളവിക ഇപ്പോഴും സജീവമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.